അവര് നോക്കുന്നില്ല, അവരവരുടെ പണിയെടുക്കുവാണ്. അതിലെ പെർഫോമൻസ് കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി കാസ്റ്റ് ചെയ്തു. അതെ, അപ്പൊ എന്ത് ക്യാരക്ടർ ആണെന്ന് അറിയാനാണ് ഒരു നമുക്കൊരു വെപ്രാളം. അപ്പൊ എനിക്ക് എന്താന്ന് ഹാഷിറിന്റെ ഉമ്മ. അത് ഈ വ്യസന സമേതത്തിന്റെ ഷൂട്ട് സമയത്ത് നമ്മളവിടെ ഇരിക്കുമ്പോ ബിപിൻ ദാസ് സാറും നമ്മുടെ ഈ വാഴ 2-ന്റെ ഡയറക്ടർ സവിൻ സായും ഉണ്ട്. ഇവര് രണ്ടുപേരും ഇതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനിലൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്, ഞങ്ങളിവിടെ മാറിയിരിക്കുന്ന സമയത്ത്. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ വെറുതെ ഒക്കെ പറയും, അവര് നമ്മളെ നോക്കുന്നില്ല, പക്ഷെ നമ്മൾ സർ ഇങ്ങനെ 2-3 പേര് ഇവിടെ ഉണ്ട്, നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ തമാശക്ക് നമ്മൾ പറയാറുണ്ട്. അപ്പോഴൊന്നും ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല കേട്ടോ. കാരണം വാഴ 2 പോലുള്ള ഒരു വലിയ പ്രോജക്റ്റിനകത്ത് ഒരു ഇതും ഇല്ലാണ്ട് നമ്മളെ വിളിക്കും അല്ലെങ്കിൽ വിളിക്കണം എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ല. നമ്മൾ പക്ഷേ ആഗ്രഹം കൊണ്ട് ഇങ്ങനെ വെറുതെ പറയുമായിരുന്നു. അപ്പൊ സാർ എന്താ പറയാ? അല്ല, സാറ് കേൾക്കാണ്ടായി പറയുന്നത്, അവരറിയാണ്ട് ഞങ്ങള് മാത്രം ഇങ്ങനെ വെറുതെ ഇരുന്ന് പറയുന്നതാണ്. ഞങ്ങളൊരു 3-4 പേര്, ഇറീന ചേച്ചി, ഞാൻ, സീമ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച കുട്ടി. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ അവര് നോക്കുന്നില്ല, അവരവരുടെ പണിയെടുക്കുവാണ്. അതിലെ പെർഫോമൻസ് കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി കാസ്റ്റ് ചെയ്തു. അതെ, അപ്പൊ ഞങ്ങളിങ്ങനെ വെറുതെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയും, നമ്മള് ഇവിടെ ഉണ്ട് സർ എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. പക്ഷേ ഈ ഇതിന്റെ ഷൂട്ടായി എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, വാഴ 2-ന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്നൊക്കെ പലയിടത്തും നമുക്ക് കേൾക്കുമല്ലോ. അന്നേരം ഒരു ദിവസം എനിക്കൊരു കോൾ വരികയാണ്, നമ്മുടെ അനീഷേട്ടൻ, അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പം അനീഷേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അശ്വതി വാഴ 2-ന്റെ ഷൂട്ട് ഇങ്ങനെ തുടങ്ങാൻ പോവാണ്, അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എനിക്കപ്പോൾ എന്ത് ക്യാരക്ടർ ആണെന്ന് അറിയാനാണ് ഒരു നമുക്കൊരു വെപ്രാളം ഉണ്ടാവൂല്ലോ, ഏത് ക്യാരക്ടറാണ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് അറിയാം. ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേ സന്തോഷമാണ്. അതിപ്പോ ഒരു ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും നമുക്ക് സന്തോഷമാണ്, കാരണം അത്രയും വലിയൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ചിന്ത വരും, അതെ അതെ, എന്തെങ്കിലും ചെയ്യണം. കാരണം വ്യസന സമേതം പോലൊരു സിനിമയ്ക്കകത്ത് അത്രയും നല്ലൊരു ക്യാരക്ടർ പെർഫോം ചെയ്യാൻ എനിക്ക് സാധിച്ചു, അതിനൊരു ഭാഗ്യം കിട്ടി. അപ്പൊ അടുത്ത് ഈ ചിത്രം വരുമ്പോഴത്തേക്കിനും നമുക്ക് അങ്ങനെ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ഇതുണ്ടാവും. അങ്ങനെ എനിക്കൊരു ഇതുണ്ടായപ്പോ ഞാൻ ചോദിച്ചു, ചേട്ടാ ഏത് ക്യാരക്ടറാണ് ചേട്ടാ? അത് ഹാഷിറിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്താന്ന് ഹാഷിറിന്റെ ഉമ്മ, അപ്പൊ എനിക്ക് അറിയാം ഹാഷിറാണ് നായകൻ, മെയിൻ കാസ്റ്റ് ഹാഷിറാണ്. അപ്പൊ ഹാഷിറിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞപ്പോ സീരിയസ്ലി അവർ എന്താ ശ്രുതി? ഇല്ല ഒന്നുമില്ല, അശ്വതിക്ക് അറിയില്ല അവര് അവര് ഇല്ലേട്ടാ ഒന്നുമില്ല, ചുമ്മാ ഞാൻ ചോദിച്ചതാ.